മാസപ്പടി കേസിൽ ഇഡിക്ക് രേഖകൾ ഉടൻ ലഭിക്കില്ല. അസൗകര്യമുണ്ടെന്ന് വിചാരണ കോടതി അറിയിച്ചു. ആജ്ഞ രവീന്ദ്രൻ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, എന്താണ് വിവരങ്ങൾ ഇഡിക്ക് ലഭിക്കാൻ പറ്റാത്ത സാഹചര്യം? അഭിലാഷ് മാസപ്പടി കേസിൽ SFIO സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ ആവശ്യപ്പെട്ടാണ് ഇഡി കോടതിയെ സമീപിച്ചത്. നേരത്തെ കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇഡിക്ക് നൽകിയിരുന്നു. രേഖകളുടെ പകർപ്പെടുക്കാൻ അസൗകര്യമുണ്ടെന്നാണ് വിചാരണ കോടതി അറിയിച്ചിരിക്കുന്നത്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോർട്ട് 7-ലാണ് കേസ് നടക്കുന്നത്. ഈ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്ന കോടതിയാണിത്. ഈ കോടതിയിൽ ഇത്രയും, അതായത് കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകൾ തന്നെ ഏതാണ്ട് 52 ബുക്കുകളാണ്. അത് 25,000 പേജുകളാണുള്ളത്. ഇത്രയും കോപ്പികൾ എടുക്കാനുള്ള സൗകര്യം തൽക്കാലം കോടതിക്കില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ കാര്യത്തിൽ ഉടനടി തീരുമാനമാക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ 2 ആഴ്ചയോളമായി ഇഡി ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ രേഖകൾ ആവശ്യപ്പെട്ട് കോടതിയിൽ അപേക്ഷ നൽകിയിട്ട് 2 ആഴ്ചയിലേറെയായി. 2 ആഴ്ചയോളമായി കോടതി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാതെ തുടരുകയായിരുന്നു. ഇന്നാണ് അക്കാര്യത്തിൽ വ്യക്തതയുണ്ടായത്. അനുബന്ധ രേഖകളുടെ കോപ്പി 25,000 പേജുകൾ എടുക്കാനുള്ള സൗകര്യം തൽക്കാലം കോടതിക്കില്ല. അതേസമയം ഇഡി തന്നെ അതിനൊരു നിർദ്ദേശം കോടതിക്ക് മുൻപാകെ വെച്ചിട്ടുണ്ട്. അതായത് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ കോടതിയിലേക്ക് കൊണ്ടുവന്ന ശേഷം എടുക്കാം, കോപ്പി എടുത്തോളാം എന്നൊരു നിർദ്ദേശം കോടതിക്ക് മുൻപാകെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കോടതി അംഗീകരിച്ചില്ല. തൽക്കാലം ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഹൈക്കോടതിയാണ്. നിലവിൽ ഇപ്പോൾ ഇഡിക്ക് ഇതിന്റെ കോപ്പി തരാനുള്ള സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് അത് തടഞ്ഞു വെച്ചിരിക്കുന്നത്. എന്തായാലും ഉടനടി ഇഡിക്ക് കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകളുടെ കുറ്റപത്രത്തിന്റെ കോപ്പി ഓൾറെഡി ഇഡിക്ക് കോടതി നൽകി കഴിഞ്ഞു. അതേസമയം അനുബന്ധ രേഖകളുടെ കോപ്പി നൽകാനുള്ള സാഹചര്യം, അതായത് ഈ അനുബന്ധ രേഖകളുടെ കോപ്പി ലഭിക്കുമോ എന്നത് ഒരു പക്ഷേ ഹൈക്കോടതിയിൽ പോയി ഇക്കാര്യം ആവശ്യപ്പെട്ട് കോടതിയിൽ നിന്ന് അനുകൂലമാകുന്ന ഒരു നിലപാടുണ്ടായാൽ അത് കൈമാറാം എന്നതാണോ ഇപ്പോഴത്തെ നിലപാട്? അങ്ങനെയാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അഭിലാഷ്. കാരണം ഇഡി ഇങ്ങനെ വിചാരണ കോടതിക്ക് മുൻപാകെ ഇഡി ഇത്തരത്തിലൊരു സജഷൻ വെച്ചിരുന്നു. അതായത് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ കൊണ്ടുവന്ന് കോടതിയിലേക്ക് തന്നെ കൊണ്ടുവന്ന് അവിടെ നിന്ന് തന്നെ കോപ്പി എടുത്തോളാം എന്നൊരു സജഷൻ ഇഡി വെച്ചെങ്കിൽ ഇത് കോടതി അംഗീകരിച്ചില്ല. കാരണം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അത്തരത്തിൽ കോപ്പി നൽകണോ, അതല്ലെങ്കിൽ പുറമേ നിന്നൊരു എക്വിപ്മെന്റ് കൊണ്ടുവന്നിട്ട് അത് അനുവദിക്കണോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഹൈക്കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ, ഈ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇഡിക്ക് ഹൈക്കോടതിയെ സമീപിച്ച് അതിലൊരു തീരുമാനം ഉടനടി ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇഡിക്ക് വളരെ പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ലഭിച്ചേക്കാം. അല്ലെങ്കിൽ ഇനിയും കാലതാമസം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് രവീന്ദ്രൻ നൽകിയത്.